ചായ കുടിക്കേ. അയ്യേ, ഈ ചുരിദാർ അപ്പടി അഴുക്കാണല്ലേ. ചേച്ചി ആകപ്പാടെ ഈ ഒരു ഡ്രസ് മാത്രമേ കൊണ്ടുവന്നുള്ള. ഏതായാലും ചായ കുടിക്ക്. തൽക്കാലം നമുക്ക് വേറെ പണി ഒപ്പിച്ചളയാം. അയലെന്താ? തുണികൾ. തുണികളാണെന്ന് എനിക്കും അറിയാം. എന്ത് തുണികൾ? ചുരിദാറും കമ്മീസും ഉണക്കാനിട്ടിരിക്കുന്നു. അതിനെന്താ? ആ വീട്ടിൽ ചുരിദാറും കമ്മീസും എങ്ങനെ വന്നു? ഈശ്വർ സാറിന്റെ അമ്മ വന്നിട്ടുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ല. ഈശ്വർ സാറിന്റെ അമ്മ, അതും 10-60 വയസ്സ് കഴിഞ്ഞ് നാട്ടുമ്പുറത്തുകാരി, ചുരിദാറും കമ്മീസിലും. വെറുതെ ഇല്ല സക്കീർ സാർ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധ മലപ്പുറം എന്ന് വിളിക്കാറുണ്ട്. ഞാനും ഒരു പേരിടാ. അയ്യടാ, ഞാനേ ദേ വരുന്നു. CID വർക്ക്. രാമോ ചായ. നിന്നോട് ആര് പറഞ്ഞു നീ ഉടുപ്പെടുത്താൻ? പഴയതാണെന്ന് പറഞ്ഞിട്ട് രാമു എടുത്തു തന്നതാ. അപ്പൊ നിന്റെ ഡ്രസ് എന്തി? എന്റെ ഡ്രസ് കഴുകി പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. പുറത്തുണക്കാനിട്ടിരിക്കുന്നോ? പോയെടുത്തല്ലോ. അല്ലെങ്കിൽ നീ പോണ്ട. നിന്നെ പുറത്ത് കണ്ടുപോരുത്. എടാ രാമോ. രാമു മാർക്കറ്റിൽ പോയി. ഒയ്യോ, ബന്ധുവാ? ഭാര്യ? 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 ചേച്ചി. ബിൻസി, ആ കൊരങ്ങന്മാരെ എവിടെങ്കിലും കണ്ടോ? ആരെ? ആ കൊക്കു തോമസും ഗ്രൂപ്പും. അവർക്കിന്ന് ഓഫാ. എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. എന്താ കാര്യം? അത് നിങ്ങളടുത്ത് പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പോണു. നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? എന്താ പ്രശ്നം? ഈശ്വർ സാറിന്റെ വീട്ടിൽ ഒരാറ്റൻ ചരക്കിനെ കണ്ടു. ചരക്കോ? അതെ. അയ്യോ, ഇതിനെ വിശ്വസിക്കല്ലേ, കംപ്ലീറ്റ് നുണയാണ്. അയ്യോ സത്യം, എന്റെ 2 കണ്ണാണ് സത്യം. ഞാൻ കണ്ടതാ. നല്ല സുന്ദരി കുട്ടി. വെറുതെ അല്ല ഞാൻ വളച്ചിട്ട് ഓടിയാത്തത്. ഇനി വല്ല റിലേറ്റീവ് ആയിരിക്കോ? പിന്നെ റിലേറ്റീവ് അല്ലേ സാറിന്റെ ലുങ്കിയും ജുബയും ഉടുത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ ആരായിരിക്കും? അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ. ഞാൻ പോണു. ബൈ. अरे क्या बात है? और एक चौकरी. चौकरी. अरे बाप रे, वो भी मद्रासी. മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ അത്ര ദേഷ്യം? ഏയ് ദാസേ. ഞാനാ? Come on. എന്താണ്? എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിനെ? ചരക്കോ? ഞാനോ ഒപ്പിച്ചെന്ന്? ശ്രദ്ധ എന്തായി പറയുന്നേ? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പേ മുട്ടുകുത്തിക്കുന്നു. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സർ കണ്ടുപിടിക്കുന്നവരെ നീ സേഫ്. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ സത്ത, ഞാൻ പറയുന്നു സത്യക്ക് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, ഓരോ കുരിശ്. ഒന്ന് എണീറ്റ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണാ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്.
ഈശ്വർ സാറിന്റെ വീട്ടിൽ പെണ്ണ. അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. ഇത് ചോദിക്കാനാ നീ പാതിരാത്രി എന്നെ വിളിച്ചോത്തിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്, നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വിളിച്ചിരുന്നു ഒത്ത വിളിക്കുക. ആണുങ്ങളായ ചിലപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നിനക്കെന്താ നഷ്ടം? നീ കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി എന്നവളുടെ പേര്. വക്കയിലൊരു കസിനാ. എറണാകുളത്ത് എന്റെ വീടിനടുത്ത് തന്നെ താമസം. ഇവിടെ അടുത്ത ഏതോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. കഴുത. ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണെന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യേ. നിന്റെ റിലേറ്റീവ് വരുത്തിയുണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ, അവളെന്താ മുതല്? यार प्लटी कर दिया जी साहब. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറുപടി ഒന്നും വന്നില്ല. എന്നാ അവളെ ഒറ്റയ്ക്ക് വിട്ടാലോ? അത് ഞാൻ അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പൊ അവക്കൊരു പേടി. ഏതായാലും സാർ അവൾക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എത്ര ദിവസമാ അതേ ചുരിദാറും ലുങ്കിയും ആ ജുബ്ബ ഇട്ടുകൊണ്ട്. सारी स्कर्ट्स, ब्लाउज और क्या साहब? और क्या साहब? ये ब्रेसियर. हाँ. व्हाट्स द साइज सर? ये ब्लाउज का साइज. ഈശ്വർ സാർ ലേഡീസ് ഷോപ്പിലോ? ഇത് ഫ്ലാഷ് ചെയ്യേണ്ട ന്യൂസ് ആണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടെങ്കിലും തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെത്. ഈ കാണുന്ന ദേഷ്യമൊക്കെ അപ്പോഴത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉപദേശിക്കാറുണ്ട് ഈ സ്വഭാവമൊക്കെ മാറ്റണോന്നെ. സാറിന്റെ ജീപ്പില്ല. അപ്പൊ സാറില്ല, ഷുഗറാണ്. അയ്യാ, അപ്പൊ ചരക്കിനെ കാണാൻ പറ്റുമോ? കണ്ടെങ്കിൽ കൊണ്ടിട്ടാ പോകും. അല്ല, ഉണ്ടായി കണ്ടിട്ടാ പോകുന്നു. അല്ല, കമ്പി പുള്ള്. എന്തിനാ കമ്പി കയറി പിടിക്കാൻ പോയത്? പിടിച്ചെടുത്തോണ്ട് കമ്പി വെച്ചിട്ടല്ലേ? പോളോ പോളോ നീ. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വാ വാ, അങ്ങോട്ടൊക്കെ പോകില്ലേ? എവിടെ നോക്കിയാ നടക്കുന്നത്? ഞാൻ കണ്ടു. അയ്യോ, എന്റെ ദൈവമേ, ആ കുരങ്ങൻ മരുന്നാ വരുന്നുണ്ട്. ചേച്ചി അകത്ത് പോ, അകത്ത് പോ. ചേച്ചി അകത്ത് പോകാൻ വെളിയിൽ കാണരുത്. മൂത്ത് കൂടില്ല. അകത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണട മാറ്റണം. ഒരു നേര് അതെന്റെയാടാ. അയ്യോ, ഈശ്വർ സാറേ. പറഞ്ഞപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ പെണ്ണുണ്ടെന്ന്. എന്താ എല്ലാരും കൂടെ? എന്താന്നാ ചോദിച്ചത്? सर കുച്ച് കേ? സർ, ചില ഡൗട്ട്സ് ചോദിക്കാനുണ്ടായിരുന്നു സർ. ഡൗട്ട്സ് ഒക്കെ ഓഫീസിൽ വന്നിട്ട് മതി. സാർ, നാളെ സൺഡേ ആണ് സാർ. സൺഡേ കഴിഞ്ഞാൽ മൺഡേ ഉണ്ട്. പോണം സാർ. എടാ പ്രാ, ആരാണ് അത് പറഞ്ഞത്? ഞാൻ ബ്രാസീൽ വാങ്ങിച്ച ആർക്കാണ് നഷ്ടം? നിനക്കാണോ? നിന്റെയൊക്കെ അവളമാർക്കല്ലോ വാങ്ങിച്ചത്. ദാസ, നീയാ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് വേണ്ട. സാർ, ഞാൻ ഈ ബ്രാ എന്ന് പറഞ്ഞത് സാർ, ആ ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കുകയാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുവിനോട് പറയത്. പോണം. സാർ, സാർ, ഞാൻ കഴിച്ചു.